കരഞ്ഞു കരഞ്ഞു കൊളവാക്കിയ നമ്മുടെ കുഞ്ഞിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നെന്നൊന്ന് കണ്ടാലോ. കുഞ്ഞിന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ കുറച്ച് ഗ്രാൻഡ് ആക്കിയോണ്ട് തന്നെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു. വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു, ഒരു കേക്ക് കട്ട് ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. ചെറിയ രീതിയിൽ കുറച്ച് അലങ്കോല പണികളും കൂടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് കേട്ടോ ഈ മത്സരിച്ചുള്ള ബലൂൺ വീർപ്പിക്കല്. ഇതാണ് കേട്ടോ നമ്മുടെ അലങ്കോല പണിയുടെ ഫൈനൽ റിസൾട്ട്. വലുതായിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ച് ബലൂണും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയും പിന്നെ ഒരു രണ്ടും. ഫുഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. പാലപ്പവും കറിയുമായിരുന്നു കേട്ടോ. പാലപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. വീട്ടിൽ നമ്മൾ ബീഫ് കറിയും കിഴങ്ങുമപ്പാസും വെച്ചു. ജൂലൈ 7 തിങ്കളാഴ്ചയാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ. എല്ലാവരുടെയും സൗകര്യം മാനിച്ച് തലേ ദിവസം, അതായത് 6-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥനയും വെച്ച് കേക്കും കട്ട് ചെയ്തു. അങ്ങനെ വൈകിട്ട് എല്ലാവരും വന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോഴത്തേന് കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. കേക്ക് മുറിക്കാറായപ്പോഴത്തേന് ഉണർത്തി. പിന്നെന്താ ഉണ്ടായെന്ന് കാണണ്ടേ. അപ്പൊ ഇങ്ങനായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ. ഉറക്കത്തിന്റെ മൂശാട്ടെ കരഞ്ഞു കൂവി നിന്നതുകൊണ്ട് കേക്ക് മുറിക്കൽ കർമ്മം ചേച്ചി പെണ്ണങ്ങ് നിർവഹിച്ചു. പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ രണ്ടാളും കൂടെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കുവാണ്. ഈ ഗിഫ്റ്റ് എല്ലാം കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മളും ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. എന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പം ബാക്കി മേശപ്പുറത്തിരുന്നതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.